വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചരിത്ര പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന പഴയ നിയമ ഗ്രന്ഥങ്ങളാണ് ജോഷുവ, ന്യായാധിപന്മാർ, 1-2 സാമുവേൽ, 1-2 രാജാക്കന്മാർ. ഇവ രചിച്ചത് BC 550 കാലഘട്ടത്തിലാണെന്ന് കരുതപ്പെടുന്നു. പഴയ നിയമത്തിലെ 6-ാം പുസ്തകമാണ് 24 അധ്യായങ്ങളുള്ള ജോഷുവയുടെ പുസ്തകം. BC 13-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചെന്ന് കരുതപ്പെടുന്നു. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ വാഗ്ദത്ത ഭൂമി ആക്രമിച്ച് കീഴടക്കുന്നതും 13 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ കാനാൻ ദേശം പല ഗോത്രങ്ങൾക്കായി വിഭജിച്ചു കൊടുക്കുന്നതും 23 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ജോഷുവയുടെ അന്ത്യശാസനകളും ഉടമ്പടി നവീകരണവും വിവരിക്കുന്നു. കർത്താവ് ജോഷുവയോട് താൻ മോശയോട് പ്രവർത്തിച്ചതുപോലെ ജോഷുവയുടെ കൂടെയും പ്രവർത്തിക്കുമെന്നും ഇസ്രായേൽ ജനത്തിന് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് അവരെ സുരക്ഷിതമായി എത്തിക്കുമെന്നും അരുളി ചെയ്തു. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ജോഷുവ 1-ാം അധ്യായം 8-ാം തിരുവചനം. കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ജോഷുവ 2 ചാരന്മാരെ അവിടുത്തെ സ്ഥിതിഗതികൾ അറിയാൻ ജെറീക്കോയിലേക്ക് അയച്ചു. വേശ്യയായ റാഹാബിൻ്റെ ഭവനത്തിൽ ചാരന്മാരുണ്ടെന്നറിഞ്ഞ ജെറീക്കോ രാജാവ് അവരെ വിട്ടു നൽകാൻ അവളോട് ആവശ്യപ്പെട്ടെങ്കിലും അവൾ അവരെ മറച്ച് സംരക്ഷിച്ചു. അവിടെ നിന്നും അവർ തിരിച്ചുപോയി എന്നറിയിച്ചു. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും സംരക്ഷിച്ചത് മുതൽ ചെങ്കടൽ പിളർന്നതുവരെയുള്ള കാര്യങ്ങൾ അന്നാട്ടുകാർക്കറിയാമെന്നും അവരെ ജെറീക്കോക്കാർക്ക് ഭയമാണെന്നും മനസ്സിലാക്കിയ ചാരന്മാർ ആ വിവരം ജോഷുവയെ ചെന്ന് അറിയിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ പാലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിച്ചു.